എന്താ എന്താ രഞ്ജിത്ത അവിടെ? എന്താണെന്ന് പറയുന്നില്ല. ആ വരുക. എന്താ ചേട്ടാ? എന്താ അവിടെ പ്രശ്നം? സാറേ, ഒരാൾ വന്ന് ഒന്നും പറയണില്ല സാർ. അയാളെ വിളിക്കൂ. സാർ, ഇരിക്കൂ. എന്താ ചേട്ടാ പ്രശ്നം? ആ മോളെ. അപ്പൊ എപ്പോഴാ വരിക? മോളെ അപ്പൻ നാളെ വരും. നാളെ വരുമ്പോ നക്ഷത്രം, മിന്നാമിനി ലൈറ്റ്, പുതിയ ഉടുപ്പ് എല്ലാം വാങ്ങിച്ചിട്ട് വരണോട്ടാ. എല്ലാം കൊണ്ടുവരാം. ചുമന്ന നക്ഷത്രം വേണോട്ടാ. മോക്ക് ഇഷ്ടമുള്ള ചുവന്ന നിറത്തിലുള്ള നക്ഷത്രവും കൊണ്ടുവരാം. ആ അപ്പ. മോള് ഭക്ഷണം കഴിച്ചോ? ആ കഴിച്ചു. അമ്മയുടെ? ആ അമ്മ ദാ അടുക്കളയിൽ കേക്ക് ഉണ്ടാക്കിയ. അമ്മയോട് പറഞ്ഞേക്കട്ടെ മോളെ. ആ ശരി അപ്പ. ചേട്ടൻ നാളെ പോവാണല്ലോ. ആ നാളെ പോവാണ്. കഴിഞ്ഞ മാസം ചേട്ടൻ പോയില്ലല്ലോ. ഇല്ല, ഈ മാസം ക്രിസ്മസ് അല്ലേടാ. 2 മാസം ശമ്പളം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ജോഡിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കൊച്ചിന്റെ വക ലിസ്റ്റ് വേറെയും. കഴിഞ്ഞ മാസം വീട്ടിൽ പോയാ ഇതെല്ലാം നടക്കുമോ? ശരിയെന്നാ ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ഓ, മോൾക്കൊരു ചുവന്ന നക്ഷത്രം മേടിക്കണം. ഇതൊന്ന് പൊതിഞ്ഞേക്ക്. ചേട്ടൻ സമാധാനമായി വീട്ടിൽ പോയിക്കോളൂ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പാരിൻ പാലകനാ ദിവ്യരൂപൻ പിറന്ന ദിനം, വാഴ്വും വാനവുമാ ദിവ്യനാദം കേട്ട ദിനം, മണ്ണിൽ പിറന്നവൻ പിന്നിൽ തെളിഞ്ഞവൻ പാരിൻ നാഥനവൻ, ഉഴറുമെൻ ഹൃദയത്തിൽ നിറയുമാ വ്യഥയെല്ലാം, ശോകഹാരകനാം നീ നീക്കിടും തുണയേകും, ആനന്ദമായതി സാന്ദ്രമായി നീ ഏകിടും നിൻ സ്നേഹം. ഇതെല്ലാം പോലീസ് മാമന്മാര് കൊണ്ടുവന്ന. ആ കുട്ടിയുടെ മുഖത്ത് എന്തൊരു സന്തോഷമുള്ള സാറേ. ഇതൊക്കെയല്ലേടോ നമ്മുടെ സന്തോഷം. ദേ അപ്പ.